എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും ഒറ്റ യൂസിൽ നമ്മുടെ മുടി ഉള്ളുള്ളതായിട്ട് തോന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇതൊരു പ്രോട്ടീൻ റിച്ച് ഹെയർ പാക്ക് ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 30 ഡേയ്സ് കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 5 ആണ്. അപ്പൊ നമ്മൾ ഇന്ന് സൂപ്പർ റിസൾട്ട് വരുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒറ്റ യൂസിൽ നമ്മുടെ മുടിയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് അറിയാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ്. വേറെ ഒന്നും അല്ലാട്ടോ, നമ്മുടെ ബനാന ഹെയർ പാക്ക് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തവർക്ക് അതിന്റെ റിസൾട്ട് എന്തായാലും അറിയാൻ വേണ്ടി പറ്റും. ഒറ്റ യൂസിൽ തന്നെ നമുക്കിപ്പോൾ ഉള്ളില്ലാത്ത മുടിയൊക്കെ ആണെങ്കിൽ ഉള്ളുള്ളതായിട്ട് ഫീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ ഇത്. മുടിയൊക്കെ ഡബിൾ ആയതുപോലെയും മുടിക്ക് നല്ലൊരു കനം വെച്ചതുപോലെയൊക്കെ ഒരു ഫീൽ തരാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണ്. അത് മാത്രമല്ല, മുടി കൊഴിച്ചൽ, താരന്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും കേട്ടോ ഈ ഒരു ഹെയർ പാക്ക്. നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു പാക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബനാന ഹെയർ പാക്ക് ഒക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിൽ കുറച്ച് ഓയിൽ നമുക്ക് തേച്ച് കൊടുക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ കഞ്ഞിവെള്ളവും പിന്നെ ചെമ്പരത്തിപ്പൂവും ചേർത്തിട്ടുള്ള പാക്ക് ആയിരുന്നല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല റിസൾട്ട് ആണ് കേട്ടോ. ഇത് കണ്ടോ, മുടിയൊക്കെ നല്ല എന്താ പറയാ, നല്ലൊരു ഷൈനിങ് ഉണ്ട്, മുടി നല്ലൊരു ബൗൺസി ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഈ ഒരു ഡ്രൈനെസ്സോട് കൂടി നമ്മൾ ബനാന ഹെയർ പാക്ക് ചെയ്യാൻ പാടില്ല. മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് എടുക്കുക, എന്നിട്ട് കുറച്ച് എടുത്തിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും തേക്കേണ്ട ആവശ്യമില്ല, കുറഞ്ഞ അളവിൽ തേച്ച് കൊടുത്താൽ മതി. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ മുടി ഓയിലി ആയിട്ട് ഇരിക്കുകയാണ്, നമ്മുടെ ചലഞ്ചൊക്കെ ചെയ്യാത്തവരാണ്, ഓയിലി ഫീലിലാണ് ഇരിക്കുന്നതെങ്കിൽ ഓയിൽ തേക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങളുടെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ നിങ്ങൾ തേച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഓയിൽ ആവരുത്, കുറച്ച് ഓയിൽ കേട്ടോ. പിന്നെ നമ്മുടെ ഹെയർ പാക്ക് ചെയ്തിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയണം കേട്ടോ. ഞാൻ എപ്പോഴും പറയലുണ്ട്, അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ കമന്റിലൂടെ പറയണം. എന്നാൽ മാത്രം ഇപ്പോൾ ഏതെങ്കിലും ഒരു പാക്ക് ചെയ്തിട്ട് നിങ്ങളുടെ മുടിക്ക് അത് സ്യൂട്ട് ആയില്ല, നിങ്ങൾക്ക് എന്താണ് ആ പ്രശ്നം സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയണം. എന്നാൽ മാത്രമേ എനിക്കത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അടുത്ത വീഡിയോയിൽ എനിക്കത് മാറ്റി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും പറയണം. ഇപ്പോൾ എൻ്റെ മുടിയിൽ പറ്റുന്ന പോലെ ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ എല്ലാവരുടെ മുടിയിൽ സംഭവിക്കുക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോയോ അല്ലെങ്കിൽ ഓയിലി ആയി പോയോ അങ്ങനെയുള്ള കാര്യമൊക്കെ നിങ്ങൾ എന്തായാലും കമന്റിലൂടെ പറയണം. എൻ്റെ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, വേറെ ഒന്നുമല്ല. ഇന്നലെ ഒരു ഐസ്ക്രീം കഴിച്ചതിൻ്റെയാണ് കേട്ടോ. ഇപ്പം എന്താ, നല്ല തണുപ്പ് കഴിച്ചാൽ ഒട്ടും പറ്റുന്നില്ല, ശബ്ദം പെട്ടെന്ന് പോവുകയാണ്. അപ്പോൾ ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ഓയിൽ എടുത്തിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് മുടി കെട്ടി വെക്കാം. അപ്പം ഞാനിതാ കുറച്ച് ഓയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ ബനാന ഹെയർ പാക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബനാന പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് ചെറുപഴമാണ്. അപ്പോൾ ഒരു 4 ചെറുപഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് അരിഞ്ഞിടാം. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് നേന്ത്രപ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കിട്ടില്ല എന്നാണെങ്കിൽ ചെറുപഴം ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ തീരെ ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹെയറിൻ്റെ ഒരു ഇത് നോക്കുക. ഒരുപാട് ഹെയർ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ചെറുപഴമൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണമൊക്കെ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം നമ്മുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇന്നത്തെ പാക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഴം എടുക്കുക. പിന്നെ നേന്ത്രപ്പഴം റോബസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും കേട്ടോ. അപ്പം ഞാനിതാ പഴം മൊത്തത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് പഴമാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ അരച്ചെടുക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് തേങ്ങയാണ് കേട്ടോ. അപ്പം ഞാനിതാ ഒരു ചെറിയൊരു ബൗൾ നിറച്ചും തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4 സ്പൂൺ അളവിൽ തേങ്ങ എടുത്താൽ മതി. അപ്പോൾ തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ എടുക്കാം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്താലും മതി, അതാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ, പാലെടുക്കേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തേങ്ങ എന്തെങ്കിലും മുടിക്ക് ചേരായികയുണ്ട്, തേങ്ങ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 2 സ്പൂൺ അളവിൽ തൈര് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ കഞ്ഞിവെള്ളം ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമുക്ക് കഞ്ഞിവെള്ളം എന്തായാലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാടൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാനൊരു വലിയൊരു തവിക്ക് ഒരു 3 തവിയോളം കഞ്ഞിവെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരയ്ക്കുന്ന സമയത്ത് ഭയങ്കര തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കഞ്ഞിവെള്ളം മുടിക്ക് ചേരാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് വെള്ളം ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം പോയിട്ട് ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. പിന്നെ പാക്ക് ഒരുപാട് ലൂസ് ആവാതിരിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഒരുപാട് ലൂസ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കിത് തേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നിങ്ങൾ പാക്ക് തയ്യാറാക്കുക. അപ്പം ഞാൻ കഞ്ഞിവെള്ളം പിന്നെ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ആ ചേർത്ത ആ ഒരു 3 തവി ഉണ്ടല്ലോ, അത് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ അത് ചേർക്കുന്ന സമയത്ത് ഒരുപാട് ലൂസ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ നിങ്ങൾ പാക്ക് തയ്യാറാക്കിയാൽ മതി.
അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ നമ്മുടെ പാക്ക് കിട്ടുക. നമ്മുടെ ബനാന പാക്കിന്റെ പ്രത്യേകത അത് തന്നെയാണ്. നമുക്ക് തേക്കാനൊക്കെ നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ. കാണാൻ തന്നെ പാക്ക് നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് മുട്ടയാണ് കേട്ടോ. ഞാനിതവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട മൊത്തമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല, മുട്ടയുടെ വെള്ള മാത്രമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പക്ഷേ സ്മെല്ല് ഉള്ളതുകൊണ്ടാണ് മഞ്ഞ ഒഴിവാക്കിയിട്ട് വെള്ള മാത്രമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ള നിങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. മുട്ട ഉപയോഗിക്കുന്നവരാണെങ്കിൽ, മുട്ട ഉപയോഗിക്കാത്തവരാണെങ്കിൽ മുട്ട സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ആ മുട്ടയുടെ വെള്ളയും നമ്മുടെ ബനാന പാക്കും തമ്മിൽ നന്നായിട്ട് യോജിക്കുന്ന ആ ഒരു സമയം വരെ നന്നായിട്ട് തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബനാന പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുടിയിലും സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാക്ക് മുടിയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് ഓയിൽ എന്തായാലും നിങ്ങൾ തേക്കണം. നമ്മളിപ്പോൾ നേരത്തെ ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഓയിലൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് ഒരിക്കലും ഈ ഒരു പാക്ക് നിങ്ങൾ തേച്ച് കൊടുക്കരുത്. കാരണം നമ്മുടെ ഇന്നത്തെ പാക്കിൽ മുട്ടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈനെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ തേക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കിൽ തേങ്ങ ചേർത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും നമ്മുടെ മുട്ടയുടെ ആ ഒരു ഡ്രൈനെസ് ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രൈനെസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. ഒരുപാട് ഓയിലും ആവരുത്. ഒരുപാട് ഓയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ആ ഒരു ബൗൺസി ഫീൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മൾ എല്ലാ പാക്കും ചെയ്യുന്നത് പോലെ തന്നെ സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. എന്നിട്ട് മുടിയിലേക്ക് നിങ്ങൾ തേച്ചാൽ മതി കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ മുടിയുടെ മേലെ കൂടെ വെറുതെ പൊത്തി വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ സെക്ഷനായിട്ട് എടുത്തിട്ട് തന്നെ തേക്കുക. നമ്മുടെ എല്ലാ പാക്കും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് തേച്ച് കാണിച്ചു തരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ തേച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സെക്ഷനായിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ തേക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുടിയിലും തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കെരാറ്റിൻ പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു പാക്കും. ഇത് ബനാന പാക്ക് മാത്രമല്ല, ഇതൊരു പ്രോട്ടീൻ പാക്കും കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഹെയറിൻ്റെ ടെക്സ്ചർ ഒന്ന് മാറ്റിയെടുക്കാനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മുടിയൊക്കെ ഇങ്ങനെ ഒട്ടി ഓയിലി ആയിട്ട് കിടക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുന്നതിൻ്റെ തലേ ദിവസമൊക്കെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുത്താൽ പിറ്റേ ദിവസത്തേക്ക് മുടി നല്ല ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മുടെ സ്കിൻ കെയർ വീഡിയോസ് എല്ലാവരും നല്ലൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു വീഡിയോ ഇടാൻ പറ്റിയുള്ളൂ, ചലഞ്ചൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇന്നലെ നമുക്ക് വീഡിയോ ഇടേണ്ട ദിവസമായിരുന്നു. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഞ്ഞൂസിന് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ നാളെ മുതൽ വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ശ്രമിക്കും കേട്ടോ. എന്തായാലും എനിക്ക് വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കും. അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ക്ലീനപ്പ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീനപ്പ് ചെയ്തിട്ട് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രബ് അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല പാക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാം. നാളെ മുതൽ സ്കിൻ കെയർ കറക്റ്റായിട്ട് ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പറ്റുന്നത് പോലെ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ പാക്ക് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പാക്ക് തേക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. പാക്ക് വെറുതെ ഇങ്ങനെ മുടിയുടെ മേലെ കൂടി അങ്ങ് തേച്ച് വിടും. അപ്പോൾ നമുക്ക് ആ സ്കാൽപ്പിൽ കറക്റ്റായിട്ട് ആ പാക്ക് എത്തില്ല. അപ്പോൾ നമുക്ക് മുടിയുടെ ടെക്സ്ചർ മാറ്റാൻ പറ്റും, പക്ഷേ മുടി കൊഴിച്ചാൽ, താരൻ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റി മുടി വളരാനൊക്കെ തേക്കണമെങ്കിൽ, മുടി വളരണമെങ്കിൽ നമ്മളത് സ്കാൽപ്പിൽ തേച്ച് കൊടുക്കണം കേട്ടോ. മുടിയുടെ അറ്റത്ത് തേച്ചിട്ട് കാര്യമില്ല, സ്കാൽപ്പിൽ ആയാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും തേക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറണമെങ്കിൽ മുടിയിൽ തേക്കണം. അപ്പോൾ സ്കാൽപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രണ്ടിലും ബാക്കിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് മുടി ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ട്, ഇങ്ങനെ കുഞ്ഞു സെക്ഷൻ ആണെന്നൊന്നുമില്ല, കുറച്ച് വലിയ സെക്ഷനൊക്കെ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് തന്നെ മുടിയുടെ തുടക്കം മുതൽ എൻഡ് വരെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ ബനാന പാക്ക് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മാറ്റിയെടുക്കാനും മുടി വളരാനും ഇത് നല്ലതാണ്. അപ്പോൾ പഴം നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും മുടിക്ക് നല്ല രീതിയിൽ ഷൈനിങ് തരാനൊക്കെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. ഇപ്പോൾ ഡ്രൈ ഹെയർകാരൊക്കെ ആണെങ്കിൽ മുടിയുടെ ആ ഒരു ടെക്സ്ചർ മാറ്റിയെടുക്കാനായിട്ട് പഴം നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് നേരം വെച്ചിട്ട് കഴുകുന്നതാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒക്കെ വെച്ചിട്ട് കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കഴുകുന്ന സമയത്ത് നമ്മൾ വേറെ ഷാമ്പോ താളിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയാൽ മാത്രം മതി.
അപ്പൊ ഞാനിതാ കംപ്ലീറ്റ് ആയിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ട് മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ച് വെക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ ഒട്ടിച്ച് വെക്കാം, അല്ലെങ്കിൽ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് നമ്മളിങ്ങനെ പാക്കൊക്കെ തേച്ചിട്ട് കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളത്. അങ്ങനെ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കുറഞ്ഞ സമയമാണല്ലോ കെട്ടി വെക്കുന്നത്, ഒരു ഡേ ഫുള്ളൊന്നും നമ്മൾ അങ്ങനെ കെട്ടി വെക്കുന്നില്ലല്ലോ. അപ്പൊ കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കഴുകുന്നത് കാണിക്കുന്നില്ല, എങ്ങനെയാണ് കഴുകണ്ടേ എന്നുള്ളതും എത്ര സമയം വെക്കണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഈ ഒരു ബനാന ഹെയർ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ മാറ്റിയെടുക്കാനും മുടി വളരാനൊക്കെ ആയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾ മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്താൽ മതി. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ചലഞ്ചിൽ ഡേ 5 നമ്മൾ ഈ ഒരു ബനാന ഹെയർ പാക്ക് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആറാമത്തെ ദിവസം നമ്മൾ മുടിയിൽ ഹെയർ പാക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാത്ത ദിവസമാണ്. അന്നത്തെ ദിവസം ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. കുറച്ച് മുടിയിൽ ഓയിലൊക്കെ തേച്ചിട്ട് താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകണമെങ്കിൽ അങ്ങനെ കഴുകാം, അല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഹെയർ പാക്കുകളും കാര്യങ്ങളും ഒന്നും നിങ്ങൾ ചെയ്യരുത്. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.